കേരള PSC വഴി പുതിയൊരു നോട്ടിഫിക്കേഷനും കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട്. ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള പുതിയൊരു അപേക്ഷയാണ് വിളിച്ചിട്ടുള്ളത്. സോ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് 30/5/2026 കസ്റ്റഡിയിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 1/7/2026 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ 23/2026 ആണ്. കേരള PSCന്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തവർ ലോഗിൻ ചെയ്ത് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ പോസ്റ്റിലേക്കുള്ള അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. സോ 55,200 മുതൽ 1,15,300 വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന നല്ലൊരു പോസ്റ്റ് തന്നെയാണ്. സാലറിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ട്. വേക്കൻസി കൃത്യമായിട്ട് ഇപ്പോൾ പറഞ്ഞിട്ടുമില്ല. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാനായിട്ട് സാധിക്കും. യോഗ്യത മാത്രം മതി പറയുന്ന, അങ്ങനെയാണെങ്കിൽ അപ്ലൈ ചെയ്യാം. 20 to 41 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. 41 വയസ്സ് വരെയാണ് പ്രായപരിധി പറഞ്ഞിട്ടുള്ളത്. SC ST ഒക്കെ ആകുമ്പോൾ 46 വരെ ആകും. 5 വർഷത്തെ റിലാക്സേഷനൊക്കെ ഉണ്ടാകും. OBCക്ക് 3 വർഷത്തെ റിലാക്സേഷൻ ലഭിക്കും. 44 വരെ കൊടുക്കാം. അപ്പോൾ 2/1/1985 അതുപോലെ 1/1/2006 ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. സോ SC STക്ക് 5 വർഷത്തെയും OBCക്ക് 3 വർഷത്തെയും പ്രായത്തിൽ ഇളവ് നൽകുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. SC STക്ക് 5ഉം OBCക്ക് 3 വർഷത്തെ പ്രായത്തിൽ ഇളവും കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നുമുണ്ട്. എന്തായാലും ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ കൂടി നമുക്ക് നോക്കാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. BSc ഇൻ ഡയറി സയൻസ് ഓർ BTech, ഒന്നിക്ക് BSc ഇൻ ഡയറി സയൻസ് അല്ലെങ്കിൽ BTech ആണ് ചോദിച്ചിട്ടുള്ളത്. ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഈ പറഞ്ഞ യോഗ്യത മതി. അപ്പോൾ ഈ പറഞ്ഞ യോഗ്യതയുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട.